ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഡേയിലെ വിശേഷങ്ങൾ നോക്കിയാലോ. നോക്കി പറ പോണേ ആരുടെ കല്യാണത്തിന് പോണേ ഇങ്ങോട്ട് നോക്കി പറ. വീട്ടിൽ നിന്ന് ഉമ്മച്ചിയും വാപ്പച്ചിയും അതേപോലെ ഇത്തത്തമാരൊക്കെ നേരത്തെ തന്നെ ഹോളിലോട്ട് പോയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെഡി ആവാനായിട്ട് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ നമ്മളും നമ്മുടെ ഒപ്പം തന്നെ റേഫായും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഹോളിലോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ നേരെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ വെൽക്കം ഡ്രിങ്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ചെറിയ സ്നാക്സ് ആയിട്ട് നമ്മുടെ ചെറിയ സമൂസയും പിന്നെ അതുപോലെ നഗറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത് ഒരു സെറ്റ് വെച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടാമത്തെ സെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഏറ്റവും ടോപ്പിലത്തെ ഹോളിലാണ് നമുക്ക് കല്യാണം ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. പരിപാടിയൊക്കെ അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ ലിഫ്റ്റിലോട്ടാണ് വെച്ച് പിടിച്ചത്. അപ്പോൾ ലിഫ്റ്റിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കസിൻസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ടോപ്പിലത്തെ ഹോളിൽ എത്തിയപ്പോൾ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളിത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ബ്രൈഡിന് ഇരിക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ച പ്ലേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാവരും കൂടി മാറി മാറിയൊക്കെ ഇട്ടു. ഫോണിലായിരുന്നു. പക്ഷെ നമുക്ക് അതുകൊണ്ടൊന്നും അത്ര സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തത് കൊണ്ട് പിന്നെ നമ്മുടെ ക്യാമറമാനെ വിളിച്ചുകൊണ്ട് നേരെ സ്റ്റേജിൽ പോയി അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസൊക്കെ നമ്മൾ കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡ് മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബ്രൈഡ് ഓൾറെഡി റെഡിയായി താഴെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മുകളിലോട്ട് വന്നായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഉമ്മച്ചിയും ഹയാസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഉമ്മച്ചി വർത്തമാനം പറയാൻ അവളോട് പരിചയപ്പെടാനൊക്കെ വർത്തമാനം പറയാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഹയാസും ഉമ്മച്ചിനോട് പറയേണ്ടത് ദീദിനെ കണ്ടില്ല, ദീദിയോടൊപ്പം പോകണമെന്ന്. അപ്പോഴത്തേക്കും സന വന്ന് ഹയാസിനെ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഹെസ ഉമ്മച്ചിയുടെ മേത്തോട്ട് കയറിയിട്ടുണ്ട്. ഹെസ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും മേത്തായിരിക്കും. നോർമലി ഇക്കാക്കി ഉണ്ടെങ്കിൽ ഇക്കാക്കയുടെ മേത്തായിരിക്കും. എൻ്റെ മേത്ത് അങ്ങനെ വരാറില്ല. പക്ഷേ ഇക്കാക്കി ഇല്ലാത്ത സമയത്താണ് എനിക്ക് പണി കിട്ടാറ്. അപ്പോൾ ഇത്തവണ ഇത്ര നേരം ഇക്കാക്കയുടെ ഒപ്പം ആയിരുന്നു. അപ്പോൾ ഉമ്മച്ചി വന്നപ്പോൾ ഉമ്മച്ചിയുടെ മേത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹോളിൽ താഴെയാണെങ്കിൽ ഇത് നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി ഗ്രൂമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടേ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മണവാള ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് പരിപാടികളുണ്ടല്ലോ, പെണ്ണിൻ്റെ ആങ്ങളമാർ ചെറുക്കനെ സ്വീകരിക്കുന്നതും മാലടിക്കുന്നതും അങ്ങനത്തെ കുട്ടി കുട്ടി പരിപാടികൾ. അപ്പോൾ അതൊക്കെ നടക്കുകയായിരുന്നു. നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു. പള്ളിയിൽ വെച്ചിട്ട് നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് ചെറുക്കൻ ഹോളിലോട്ട് വന്നത്. ഇനി ഹോളിലോട്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുകളിലാണ് പെണ്ണിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ചെറുക്കനെ സ്റ്റേജിൽ കൊണ്ട് എത്തിയതിന് ശേഷം പിന്നെ കുറേ ഡാൻസ് പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സൂഫി ഡാൻസ് ഉണ്ടായിരുന്നു, അറബിക് ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒപ്പന ഉണ്ടായിരുന്നു. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ നമ്മൾ സ്ഥിരം പരിപാടിയായ സെൽഫിയൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന ഹയാസ് വന്നപ്പോൾ തന്നെ ഹയാസിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് ഇവരെ കാണുന്നത്. അപ്പോൾ അവരെ അവിടെ പിടിച്ച് നിർത്തി അവിടെ നിന്ന് ഫോട്ടോ എടുപ്പിച്ചു. അതിനുശേഷം പിന്നെ ഫോട്ടോഷൂട്ട് സെക്ഷൻ ആയിരുന്നു കേട്ടോ. അറിയാലോ, ഇന്ന് എന്തായാലും അവരുടെ ഡേ ആണല്ലോ. അപ്പോൾ അവരുടെ നിന്നുകൊണ്ട് ചെറുക്കനെയും പെണ്ണെയൊക്കെ നിന്നുകൊണ്ട് പല പോസിലും പല രീതിയിലും ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മതിയായി പോകും. അതിന് മാത്രം ഫോട്ടോസും വീഡിയോസും അവരെടുക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ കസിൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറിയൊരു ഡ്രസ് കോഡ് പോലെ സെറ്റ് ചെയ്തിട്ടായി. എല്ലാവരും കുർത്തയായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിത് ഫോട്ടോക്ക് പോസ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. ഡാൻസൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന സെറ്റ് എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. പേഴ്സണലി എനിക്ക് സദ്യ അത്രയ്ക്ക് താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബിരിയാണി കണ്ടൊക്കെ വെച്ചത്. അപ്പോൾ ഇവർ സദ്യക്ക് ഇരിക്കുന്നവരെല്ലാവരും ഒരുമിച്ച് അവിടെ സദ്യ കഴിക്കുന്നുണ്ടായിരുന്നു.
ഞാൻ പോയത് ബിരിയാണിയും കഴിച്ചാൽ മതി. ബിരിയാണി നമുക്കിത് ബീഫ് ബിരിയാണി ആയിരുന്നു. കൂടി നമുക്ക് ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു, പിന്നെ സാലഡ്, പുളിങ്കറി, അച്ചാർ, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സദ്യ കഴിച്ചില്ലെങ്കിൽ ഞാൻ 2 കൂട്ടം പായസം കഴിക്കാൻ എന്തായാലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിച്ചു. അതിനിടയിൽ ഹെസ ഒന്ന് ചെറുതായിട്ടൊന്ന് വയലൻ്റായി. വേറൊന്നുമല്ല, ഹെസയോട് ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ആണ് അവൾ വയലൻ്റ് ആയത്. എനിക്ക് ഐസ്ക്രീം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്. പിന്നെ എന്തേ ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി പിന്നെ പോയി ഐസ്ക്രീം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഹെസ പിന്നെ റെഡി ആയത്. നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ മഹർ കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ പാല് കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി എന്തായാലും പറ്റിയിട്ടുണ്ടായി. അപ്പോൾ ആ ചടങ്ങാട്ടത് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ചെറുക്കനിക്ക്. ബിസ്ക്കറ്റ് വേണോ നോക്കിയിട്ട് ചെറുക്കന് വാച്ച് കെട്ടി അയാൻ വേണ്ട കൊടന്നറക്കും മിക്കവാറും ചിരിക്കടാ പൊട്ടിച്ചിരിക്കും ചിരി അസ്ലമേ ചടങ്ങ് കഴിഞ്ഞ ശേഷം പിന്നെ അതേ കേക്ക് കട്ടിങ് പരിപാടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ കേക്ക് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അവർ രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്തായിരുന്നു.
പരിപാടികൾ അവസാനിച്ചു. പിന്നെ ഇതേ നമ്മളിതേ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതേ എല്ലാവരും ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാ ദിവസത്തെ പോലെ അല്ലായിരുന്നു. ഞാൻ ആദ്യമേ ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയപ്പോൾ ആയിരുന്നു ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും ടാറ്റാ. ബൈ. Bye bye. See you tomorrow.